ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഭൂമിയിൽ എങ്ങനെയാണ് ആദ്യമായിട്ടൊരു ജീവൻ ഉണ്ടായേ, അതിന് കാരണമായ 2 തിയറീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. പിന്നെ കുറെ സയന്റിസ്റ്റുകള് കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്നതെന്നും പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. യൂറേയും മില്ലറും കൂടി ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചും അവര് കണ്ടുപിടിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ, എക്സ്പെരിമെന്റ് എങ്ങനെയാ അവര് കണ്ടക്ട് ചെയ്തേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് ടീച്ചർ അതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താ? യൂറേയും മില്ലറും കൂടിയിട്ട് അമിനോ ആസിഡിനെ കണ്ടുപിടിച്ചു. അവര് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു. മഴയൊക്കെ പെയ്യുന്ന പോലെ ആർട്ടിഫിഷ്യലി ഒരു പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ അതിന്റെ ഒപ്പം കുറെ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിച്ചു, ബയോമോളിക്യൂൾസ് കണ്ടുപിടിച്ചില്ലേ. അമിനോ ആസിഡ് പോലുള്ള സിമ്പിൾ ബയോമോളിക്യൂൾസിനെ നമ്മുടെ യൂറേയും മില്ലറും കൂടി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്നും പുതിയ ജീവൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയാണ് ആ ജീവൻ ഉണ്ടായേ? ഇത്രയും നമ്മ കാണുന്ന പോലുള്ള ഇത്രയും വലിയ ജീവികള് എങ്ങനെയാണ് ആ കുഞ്ഞു സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞു ബയോമോളിക്യൂളിൽ നിന്ന് ഉണ്ടായെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നോക്കാട്ടാ. ചേഞ്ചസ് ഒക്വേർഡ് ഇൻ പ്രിമിറ്റീവ് സെൽ. ആദ്യം ഉണ്ടായിരുന്ന സെല്ലിൽ ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ദ പ്രിമിറ്റീവ് സെൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. പ്രിമിറ്റീവ് സെൽസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടായേ? കുറെ ന്യൂക്ലിക് ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടായേ. ന്യൂക്ലിക് ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടായേ. അതിന് എന്തിനുള്ള കഴിവുണ്ടായിരുന്നു? സ്വന്തമായി ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പുതിയൊരു വാക്ക് പഠിച്ചു നമ്മൾ, സെൽഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോ സ്വന്തമായി ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഉള്ള പ്രിമിറ്റീവ് ലെയറിന്റെ കവറിങ്ങോട് കൂടിയ പ്രിമിറ്റീവ് സെൽസ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായി. അപ്പൊ അവിടെ എന്തൊക്കെ ഓർത്ത് വെക്കണം? പ്രിമിറ്റീവ് സെല്ല് എന്തുകൊണ്ടൊക്കെയാ ഉണ്ടാക്കിയേക്കുന്നതെന്ന്. പ്രിമിറ്റീവ് സെല്ലിന്റെ മെയിൻ കമ്പോണൻസ് ആരൊക്കെയാന്ന് നോക്കാം. ന്യൂക്ലിക് ആസിഡ്സ് ആണ് ഫസ്റ്റത്തെ ആള്. അതിന്റെ പ്രത്യേകത സ്വന്തമായി ഡിവൈഡ് ചെയ്യാൻ, സ്വന്തമായി വിഭജിച്ച് കുറെ സെല്ലാവാനുള്ള കഴിവുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ സെൽഫ് റെപ്ലിക്കേഷൻ എന്ന് പറയാ. പിന്നെ അതിനെ എന്ത് വെച്ച് പൊതിഞ്ഞിരുന്നു? ഒരു ലിപ്പിഡ് ലെയർ വെച്ചിട്ട് ആ ന്യൂക്ലിക് ആസിഡിനെ പൊതിഞ്ഞു വെച്ചിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. പ്രിമിറ്റീവ് ഫോംസ് ലൈക്ക് ബാക്ടീരിയ evolved from this primitive cell. ഈ പ്രിമിറ്റീവ് സെല്ലിൽ നിന്നാണ് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാത്ത, മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന കുഞ്ഞു ബാക്ടീരിയ വരെയും ഉണ്ടായെന്നാ പറയുന്നേ. നോക്കാ. These simple structured cells which were formed in the beginning are called prokaryotes. അങ്ങനെ ആദ്യമായിട്ടുണ്ടായ ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയറും മാത്രമുള്ള കുഞ്ഞു കോശത്തെ, കുഞ്ഞു സെല്ലിനെ എന്തെന്ന് വിളിച്ചു? പ്രോകാരിയോട്സ് എന്ന് വിളിച്ചു. വേർഡ് നോക്കാ, പ്രോകാരിയോട്സ്. അപ്പൊ ആദ്യം ഉണ്ടായ കുഞ്ഞു സെല്ല്, വേറെ സെൽ ഓർഗനൽസോ വേറെ ന്യൂക്ലിയസും വാക്യൂളും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെ ഉള്ളത് ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയറും മാത്രമാണ്. ആ ന്യൂക്ലിക് ആസിഡിന് സ്വന്തമായി റെപ്ലിക്കേഷനുള്ള കഴിവുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കണോട്ടാ. ഇനി നമുക്ക് ആ പ്രിമിറ്റീവ് സെല്ലിൽ നിന്നും, ആ പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും കുറെ സെൽ ഓർഗനൽസ് ഉള്ള നമ്മളുടെ ശരീരത്തിലൊക്കെ ഇന്ന് കാണുന്ന കോശങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് നോക്കുക. പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും യൂക്കാരിയോട്ടിക് സെല്ലിലേക്കുള്ള മാറ്റത്തെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, അതില് അധികം സെൽ ഓർഗനൽസ് ഇല്ല. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയില്ലേ? റൈബോസോം, സെൽ വാൾ, ന്യൂക്ലിയസ്, വാക്യൂൾ, അങ്ങനെ കുറെ സാധനങ്ങൾ സെല്ലിന്റെ ഉള്ളിലുള്ളത് അറിയാം അല്ലെ? അവരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് സെൽ ഓർഗനൽസ്. അപ്പൊ പ്രോകാരിയോട്ടിക് സെല്ല് പഠിക്കുമ്പോ തന്നെ ആലോചിച്ച് വെക്കുക, അതിലധികം ആൾക്കാരൊന്നുമില്ല. കുറച്ച് ന്യൂക്ലിക് ആസിഡുകളും ഒരു ചെറിയ ലിപ്പിഡ് ലെയറിന്റെ കവറിങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കുറച്ചും കൂടി ഡെവലപ്പായി യൂക്കാരിയോട്ടിക് സെല്ലിലോട്ട് എത്തിയപ്പോ എന്തായി? കുറെ സെൽ ഓർഗനൽസ് വന്നു. ന്യൂക്ലിയസ്, വാക്യൂള്, മൈറ്റോകോൺട്രിയ, അങ്ങനെ കുറെ സെൽ ഓർഗനൽസ് വന്നു. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം.
ആദ്യം തന്നെ നമുക്ക് ഫിഗർ നോക്കാം. ഫസ്റ്റ് ഫിഗർ നോക്കിയേ, പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തേക്കണേ. അതിന്റെ ഉള്ളിൽ കുറെ ന്യൂക്ലിക് ആസിഡുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് ലിപ്പിഡ് ലെയറിന്റെ ഒരു കവറിങ് ഉണ്ട്. ഇനി അപ്പുറത്ത് നോക്കുക, യുക്കാരിയോട്ടിക് സെൽ. യുക്കാരിയോട്ടിക് സെൽ ആയപ്പോ സ്ട്രക്ചറിൽ തന്നെ മാറ്റം വന്നു. ഒരു മെംബ്രെയിൻ കവർ ചെയ്യുന്നുണ്ട് അതിനെ. അതിന്റെ ഉള്ളിലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, കുറെ സെൽ ഓർഗനൽസ് ഉണ്ടാവും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, പ്രോകാരിയോട്ടിക് സെല്ലില് അധികം സെൽ ഓർഗനൽസ് ഒന്നുമില്ല, കുറച്ച് സെൽ ഓർഗനൽസേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിക് ആസിഡുകളും ലിപ്പിഡ് ലെയറും മാത്രമേ പ്രോകാരിയോട്ടിക് സെല്ലിലുള്ളൂ. പക്ഷേ യുക്കാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഡെവലപ്പായി കുറെ അധികം സെൽ ഓർഗനൽസിനെ നമുക്ക് യുക്കാരിയോട്ടിക് സെല്ലിൽ കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. ഈ പിക്ചറിൽ ഈ ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ലെയർ ഒക്കെ വെറുതെ കിടക്കുകയല്ലേ, അതിന് വേറെ പ്രൊട്ടക്റ്റീവ് കവറിങ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ടീച്ചർ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. അതേപോലെ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അങ്ങനെ കുറെ കവറിങ്സ് ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഒന്നും കൂടെ ഓർത്ത് വെക്ക, സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. ഇവിടെ മെംബ്രെയിൻ ഒന്നും പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടില്ല. മെംബ്രെയിൻ വെച്ചിട്ട് ഒരു സെൽ ഓർഗനൽസും പൊതിഞ്ഞല്ല സൂക്ഷിച്ചേക്കണേ. ഇനി അപ്പുറത്തോട്ട് വരുമ്പോ സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിനസ് കവറിങ്, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഈസ് പ്രസന്റ്. അവിടെ എന്താണ്, മെംബ്രെയിനസ് കവറിങ് ഉള്ള സെൽ ഓർഗനൽസ് ഉണ്ടാവും. അതേപോലെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ കാണാനായിട്ട് പറ്റും. ഇവിടെ ടീച്ചർ പറഞ്ഞു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഒന്നുമില്ല, ന്യൂക്ലിയസേ ഇല്ല, മെംബ്രെയിൻ കവറിങ്ങും ഇല്ല. അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യുക്കാരിയോട്ടിക് സെൽ എന്ന് ചോദിച്ചാല് ഇതാണ് എഴുതണ്ടേ. രണ്ട് സൈഡിലും 3 പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നും കൂടി നോക്കുക. പ്രോകാരിയോട്ടിക് സെല്ലിൽ എന്താ, A few cell organelles are seen. കുറച്ച് സെൽ ഓർഗനൽസ് മാത്രമേ ഉള്ളൂ. അതിനപേക്ഷിച്ച് നോക്കുമ്പോ നമ്മുടെ യുക്കാരിയോട്ടിക് സെല്ലിന് എന്താ ഫീച്ചർ, കുറെ സെൽ ഓർഗനൽസിനെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കാം, സെൽ ഓർഗനൽസ് ഹാവ് നോ മെംബ്രെയിനസ് കവറിങ്. സെൽ ഓർഗനൽസിന് മെംബ്രെയിനസ് കവറിങ് ഇല്ല, ഒന്നും പൊതിഞ്ഞല്ല സൂക്ഷിച്ചേക്കണേ. പക്ഷേ യുക്കാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ്, ഓർഗനൽസ് വിത്ത് മെംബ്രെയിനസ് കവറിങ്. ഓർഗനൽസ് എല്ലാനും മെംബ്രെയിൻ വെച്ച് പൊതിഞ്ഞായിരിക്കും സൂക്ഷിച്ചേക്കണേ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടിക് സെല്ലില്. യുക്കാരിയോട്ടിക്കിലോട്ട് വരുമ്പോ അവിടെ മെംബ്രെയിൻ കവറിംഗ് ഉള്ള നല്ല ഒരു ന്യൂക്ലിയസിനെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് യുക്കാരിയോട്ടിക് സെല്ലില് ഇത്രയും സെൽ ഓർഗനൽസ് വന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോ ആദ്യം തന്നെ ഒരു യുക്കാരിയോട്ടിക് സെല്ലിന് എടുക്കാം. ഫസ്റ്റ് ഒരു യുക്കാരിയോട്ടിക് സെല്ലിന് എടുത്തു. അത് 2 സാധനങ്ങളായിട്ട് നമുക്ക് തിരിക്കാം അതിനെ. അതിൽ ഫസ്റ്റ് വണ്ണാണ്, അവര് എയറോബിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങും. എൻഗൾഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വിഴുങ്ങാം. ഈ യുക്കാരിയോട്ടിക് സെൽ എന്ത് ചെയ്യും, എയറോബിക് ആയിട്ടുള്ള ഒരു ബാക്ടീരിയത്തിനെ വിഴുങ്ങും. സാധാരണ വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ, നമ്മളായാലും എന്തെങ്കിലും വിഴുങ്ങിക്കഴിഞ്ഞാൽ നേരെ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയും അല്ലേ. പക്ഷേ ഇവിടെ യുക്കാരിയോട്ടിക് സെല്ല് എയറോബിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങി എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യാതെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. കുറച്ചധികം നേരം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. എന്നിട്ട് അതിനെ പയ്യെ വേറൊരു ഫോമിലോട്ട് മാറ്റി. അതിനെയാണ് മൈറ്റോകോൺട്രിയ എന്നറിയപ്പെടുന്നത്. നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന സെൽ ഓർഗനൽ ആണ് മൈറ്റോകോൺട്രിയ. അപ്പൊ മൈറ്റോകോൺട്രിയ എങ്ങനെയാണ് ഒരു സെല്ലിന്റെ അകത്ത് ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, യുക്കാരിയോട്ടിക് സെല്ല് എന്ത് ചെയ്യും, സ്മോൾ എയറോബിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങും. ഒരു കുഞ്ഞു എയറോബിക് ബാക്ടീരിയത്തിനെ യുക്കാരിയോട്ടിക് സെല്ല് വിഴുങ്ങും. അവിടെ വിഴുങ്ങിക്കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നതിന് പകരമായിട്ട് അതിനെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് കുറച്ചു നേരം നിർത്തും. എന്നിട്ട് പതിയെ പതിയെ അതിനെ മൈറ്റോകോൺട്രിയ ആക്കി മാറ്റാണ് ചെയ്യുക. അപ്പൊ എയറോബിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങിയാല് മൈറ്റോകോൺട്രിയ ആവും. ഓർത്ത് വെച്ചോ, എയറോബിക് ബാക്ടീരിയത്തിനെയാണ് വിഴുങ്ങുന്നതെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ ആയിട്ടായിരിക്കും മാറുക. ഇനി അതിന് പകരം നമ്മുടെ മൈറ്റോകോൺട്രിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എയറോബിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങി മൈറ്റോകോൺട്രിയ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ യുക്കാരിയോട്ടിക് സെല്ല് ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങാണ്. ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ കഴിവുള്ള
ഒരു ബാക്ടീരിയനെ നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ല് വിഴുങ്ങി. ഇവിടെയും എന്താ ചെയ്യാ? നേരിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ കുറച്ചു നേരം പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയത്തിനെ പിടിച്ചു നിർത്തും. എന്നിട്ട് പതിയെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഫോട്ടോസിന്തസിസിന് എന്താ വേണ്ടേ? ക്ലോറോഫില്ല് വേണം, ക്ലോറോപ്ലാസ്റ്റ് വേണം, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോ പ്ലാന്റ് സെല്ലിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടായിരിക്കും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം ഇവിടെ ട്രാൻസ്ഫോം ചെയ്യാം. അതായത് നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ല് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയത്തിനെ വിഴുങ്ങി. അത് പതുക്കെ ഗ്രാജുവലി പതുക്കെ എന്തായിട്ട് മാറും? ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. യുക്കാരിയോട്ടിക് സെല്ല് വിഴുങ്ങുന്നത് എയറോബിക് ബാക്ടീരിയത്തിനെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവർ അതിനെ മൈറ്റോകോൺട്രിയ ആക്കി മാറ്റും. ഇനി പകരം അവര് വിഴുങ്ങുന്നത് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയത്തിനെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? അവരെ കുറച്ചു നേരം ഡൈജസ്റ്റ് ചെയ്യാതെ പിടിച്ചു നിർത്തിയിട്ട് ക്ലോറോപ്ലാസ്റ്റ് ആക്കി മാറ്റും. അപ്പൊ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, എയറോബിക് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം കേട്ടാ. ഇനി അടുത്തത് നോക്കാം. പ്രിമിറ്റീവ് സെൽ ഉണ്ടായി, അതിൽ നിന്ന് ഇത്രയും ഓർഗാനിസംസ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ഒരു ടൈം പീരീഡ് ആണ് കൊടുത്തേക്കണേ. ഇത് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് ആയിട്ടൊക്കെ വരാം. ആദ്യം ഉണ്ടായതിൽ നിന്ന് ഇപ്പോ റീസെന്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഓർഗാനിസംസ് വരെ നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാനായിട്ട് ഫ്ലോ ചാർട്ട് ആയിട്ടൊക്കെ എക്സാമിന് ചോദിക്കുക. അപ്പോ ഇത് നല്ലോണം പഠിക്കണം. ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് തെറ്റാതെ പഠിക്കണം. നമുക്ക് നോക്കാട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് ടൈം പീരീഡ് ആണ്, പിന്നെ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഉണ്ടായ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോ ഫസ്റ്റ് നോക്ക, 4.0 to 4.6 ബില്യൺ ഇയേഴ്സ്. അത്രയും വർഷം മുമ്പ് 4.0 to 4.6 ബില്യൺ ഇയേഴ്സ് എഗോ, അത്രയും വർഷം മുമ്പാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടായത്. ദ ഒറിജിൻ ഓഫ് ദ എർത്ത്. എർത്ത് ഉണ്ടായത് എത്ര വർഷം മുമ്പാണ്? 4.0 to 4.6 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് ഭൂമി ഉണ്ടായത് എന്നാ പറയുന്നേ. ഇനി അടുത്തത് നോക്കാം, 3.5 to 2.5 ബില്യൺ ഇയേഴ്സ്. 3.5 ബില്യൺ മുതൽ 2.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് വരെ എന്താണ് ഉണ്ടായെന്ന് നോക്കാം. ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, സിംഗിൾ സെൽഡ് പ്രോകാരിയോട്ട് വിത്ത് ദ സിമ്പിൾ സ്ട്രക്ചർ. അപ്പൊ അത്രയും വർഷം മുമ്പ് ആദ്യമായി ഭൂമിയിൽ ജീവൻ ഉണ്ടായി. ഏറ്റവും ആദ്യം ഉണ്ടായ കുഞ്ഞു സെല്ലിനെ, അധികം സെൽ ഓർഗനൽസ് ഒന്നുമില്ലാത്ത സെല്ലിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? പ്രോകാരിയോട്സ് എന്ന് വിളിച്ചു. ഇനി അടുത്തത് നോക്കുക, 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ്. അത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് എന്തുണ്ടായി? ഇത് ട്രാൻസ്ഫോം ചെയ്തു. കുറെ സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ട് മാറി. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ അല്ലേ? ടീച്ചർ പറഞ്ഞതാണ്. ഒരു സെല്ലാണുള്ളതെന്നുണ്ടെങ്കിൽ യൂണിസെല്ലുലാർ. കുറെ സെല്ലുണ്ട്, ഒന്നിലധികം സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി സെല്ലുലാർ. അപ്പൊ യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായിന്ന് വെച്ചാൽ എന്താ? കുറെ സെൽ ഓർഗനൽസ് ഉള്ള, കുറെ സെൽസ് ഉള്ള ഓർഗാനിസംസ് ഉണ്ടായി. ഇനി അടുത്തത് നോക്കാം, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൺ ലാൻഡ്. ഇത്രയും സെല്ലുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ കാണുന്ന കുറെ ചെടികളും അനിമൽസും ഒക്കെ അന്നുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിനോസേഴ്സ് ഉണ്ടായത്. ടൈം പീരീഡ് നോക്കാം, 252 to 66 മില്യൺ ഇയേഴ്സ് എഗോ ആണ് ദിനോസേഴ്സ് ഉണ്ടായേ. അപ്പൊ അതിലും മുമ്പ് ഉണ്ടായ കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇതിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന ദിനോസേഴ്സ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നോക്കുക, ഫ്രം 66 മില്യൺ ഇയേഴ്സ് എഗോ ടു ദ പ്രസന്റ്. 66 മില്യൺ വർഷങ്ങൾ മുമ്പ് തുടങ്ങി ഇപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന ഈ നിമിഷം വരെ എന്താണ് ഉണ്ടായിട്ടുള്ളത് നോക്കുക. എമർജൻസ് ഓഫ് മാമൽസ്, ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന കുറെ ജീവികൾ ഉണ്ടായി. അതേപോലെ ഹ്യൂമൻ ബീങ്, നമ്മൾ മനുഷ്യന്മാരും ഉണ്ടായത് ഈ പറഞ്ഞ ടൈം പീരീഡിന് ഉള്ളിലായിരിക്കും. അപ്പോ ഓർഡർ ഓർത്ത് വെക്കുക. ആദ്യം തന്നെ ഭൂമി ഉണ്ടായി, അത് കഴിഞ്ഞ് പ്രോകാരിയോട്സ് ഉണ്ടായി, യുക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടായി, പ്ലാന്റ്സും അനിമൽസും ഉണ്ടായി, ദിനോസേഴ്സ് ഉണ്ടായി, മാമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഉണ്ടായി. അപ്പൊ ഈ ടൈം പീരീഡ് എന്തായാലും ഓർത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ഇത് ഫ്ലോ ചാർട്ട് ആയിട്ട്
ഓർഡർ തെറ്റിച്ചൊക്കെ എക്സാമിന് തന്നിട്ട് ചോദിക്കും, ഇത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാത്തിന്റെയും ടൈം പീരീഡും ഈ ഓർഡറും കറക്റ്റ് ആയി എല്ലാ മക്കളും നോക്കി വെക്കണം കേട്ടാ. ഇനി അടുത്തത് നോക്കാം. ഇത്രയും ഓർഗാനിസംസ് നമ്മളുടെ ഭൂമിയിൽ ഉണ്ടായല്ലേ, ഇതിനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു കലണ്ടറിലെ ദിവസങ്ങൾ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് കോസ്മിക് കലണ്ടർ എന്ന് പറയാം. അപ്പോ നോക്കിയേ, സപ്പോസ് വി ആർ പ്രിപ്പയറിംഗ് എ കോസ്മിക് കലണ്ടർ അസ്യൂമിംഗ് ദ ഏജ് ഓഫ് യൂണിവേഴ്സ് ആസ് 1 year. നമ്മളുടെ യൂണിവേഴ്സിന്റെ വയസ്സിനെ ഒരു കലണ്ടറില് ഒരു വർഷമാക്കി നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇൻ ദിസ് കലണ്ടർ 1 second is equivalent to around 438 years. ഈ ഒരു വർഷത്തിലെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാല് ശരിക്കിനുള്ള 438 വർഷമാണെന്നാണ് പറയണേ. അപ്പൊ അതിനെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കണേന്ന് നോക്കാട്ടോ. നമുക്കറിയാം ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ ഡിസംബർ 31 കഴിഞ്ഞിട്ടുള്ള ആ 0.00 എന്ന് പറഞ്ഞ സെക്കൻഡിലാണ് നമ്മളുടെ പുതിയ വർഷം തുടങ്ങുക. അപ്പോഴാണ് യൂണിവേഴ്സ് ഉണ്ടായെന്നാണ് പറയുന്നത്. നമ്മളുടെ ഭൂമി ഉണ്ടായത്, യൂണിവേഴ്സ് ഉണ്ടായത് ആ 0.00 ജനുവരി 1 ഫസ്റ്റ് സെക്കൻഡ് തുടങ്ങുന്ന ആ ടൈം ആയിട്ടുള്ള 0.00 സെക്കൻഡിലാണ് ആദ്യം നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായെന്നാണ് പറയണേ. അത് കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞ് ആലോചിക്ക, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 438 വർഷമാണ്. ഒരു സെക്കൻഡ് സൂചിപ്പിക്കുന്നത് 438 വർഷത്തിനെയാണ്. അപ്പൊ ഒരു ദിവസം എന്ന് പറയുമ്പോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണം. അപ്പോ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞെന്ന് പറയുമ്പോ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ട് ആഗസ്റ്റ് 1-ാം തീയതിയാണ് സോളാർ സിസ്റ്റത്തില് ഭൂമി ഉണ്ടായെന്നാണ് പറയണേ. അതിന്റെ അർത്ഥം ആഗസ്റ്റ് 1-ാം തീയതി ഭൂമിയുടെ ബർത്ത്ഡേ ആണെന്നാണോ? അല്ലാട്ടാ. നമ്മള് കോസ്മിക് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും വർഷങ്ങളായിട്ട് പണ്ട് മുതലേ നടന്ന കാര്യങ്ങളെ ഒറ്റ വർഷത്തില് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് കലണ്ടർ തയ്യാറാക്കിയേക്കുന്നേ. അപ്പോ അങ്ങനെ നോക്കുമ്പോ ആ വർഷങ്ങൾ എടുത്തു നോക്കുമ്പോ ഏകദേശം ആഗസ്റ്റ് 1-ാം തീയതിയാണ് സോളാർ സിസ്റ്റത്തില് ഭൂമി ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി അതും കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ 22-ാം തീയതിയാണ് ആദ്യമായി ജീവൻ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോ സെപ്റ്റംബർ 22 ആദ്യമായി ജീവൻ ഉണ്ടായി. നെക്സ്റ്റ് നോക്ക, ഇങ്ങോട്ട് പോകുമ്പോ ഒക്ടോബർ 12-ാം തീയതിയാണ് പ്രൊകാരിയോട്സ് ഉണ്ടായത്. പ്രിമിറ്റീവ് സെല്ലിൽ നിന്നും പ്രൊകാരിയോട്സ് ഉണ്ടായത് ഒക്ടോബർ 12-ാം തീയതിയാണ്. ഇനി കുറച്ചും കൂടി പോകുമ്പോ നവംബർ 9-ാം തീയതിയാണ് ആ പ്രൊകാരിയോട്സിനും ചേഞ്ചസ് വന്നിട്ട് യുകാരിയോട്സ് ഉണ്ടാകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഡിസംബറിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഡിസംബർ 18-ാം തീയതി വെർട്ടിബ്രേറ്റ്സ് ഉണ്ടായി. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നട്ടെല്ലുള്ള ജീവികൾ ഉണ്ടായി. ഇനി ഡിസംബർ 20-ാം തീയതി ലാൻഡിലെ കുറെ ചെടികൾ ഉണ്ടായി, ലാൻഡില് പ്ലാന്റ്സ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഡിസംബർ 26-നാണ് ദിനോസേഴ്സ് ഉണ്ടായേ. ഡിസംബർ 27 മാമൽസ് ഉണ്ടായി. ഡിസംബർ 31 ആ വർഷത്തിന്റെ ലാസ്റ്റ് ദിവസം ഏകദേശം രാത്രി 11:52 കൂടിയാണ് മനുഷ്യൻ ഉണ്ടായെന്നാണ് കോസ്മിക് കലണ്ടർ പ്രകാരം പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു ജീവൻ ഉണ്ടായി, അതിന് കുറെ തിയറീസ് കുറെ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പഠിച്ചു. പിന്നെ ആദ്യം പറഞ്ഞത് ഇപ്പൊ കാണുന്ന ഫോമിലല്ല ഒരു ജീവിയും ആദ്യം തന്നെ ഉണ്ടായേ. അവര് മുമ്പ് വേറെ ഏതോ ഫോമിലായിരുന്നു. അവരുടെ ജീവിത രീതികൾ മാറിയതനുസരിച്ചിട്ട് ഓരോ ഓർഗാനിസത്തിന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, പുതിയ ഓർഗാനിസംസ് ആയി മാറി എന്നൊക്കെ പറഞ്ഞു. യുറേ മില്ലർ എക്സ്പെരിമെന്റ് പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും യുകാരിയോട്ടിക് സെല്ല് വരെ എങ്ങനെ എത്തി, അതിൽ നിന്ന് ഇത്രയും വലിയ നമ്മൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്, എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ പറ്റും. ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്, എക്സാമിനൊക്കെ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.